പൊതുവഴിയിൽ നിൽക്കുമ്പോൾ ആരും കേൾക്കാൻ പാടില്ലാത്ത രഹസ്യം പറയാൻ ഫോൺ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? തൊട്ടടുത്ത കെട്ടിടത്തിലേക്ക് ഓടിക്കയറും. അതേ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും ചെയ്തുള്ളൂ. കാസർഗോഡാണ് സംഭവം. രഹസ്യം പറയാൻ രമേശ് ചെന്നിത്തല ഓടിക്കയറിയത് ദേശാഭിമാനി ഓഫീസിലേക്ക്. അറിയാതെയുള്ള ഈ ഓടിക്കയറ്റം സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് ട്രോളുകളായി. ദേശാഭിമാനി ആയാലും പ്രശ്നമില്ല, കേരളത്തിൽ രണ്ട് തട്ടിലാണെങ്കിലും ദേശീയ തലത്തിൽ കോൺഗ്രസും CPM-ഉം ചങ്കോട് ചങ്കാണല്ലോ എന്ന രീതിയിലുള്ള കമൻറ്റുകളാണ് ട്രോളർമാർ തട്ടിവിട്ടത്. കാസർഗോഡ് പ്രസ് ക്ലബിൻ്റെ മീറ്റ് ദ പ്രസ്സിലേക്ക് ക്ഷണിച്ചതനുസരിച്ച് 10ലധികം കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം എത്തിയതായിരുന്നു രമേശ് ചെന്നിത്തല. ഇതിനിടയിൽ രഹസ്യ ഫോൺ വന്നപ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്നും വിട്ടുമാറി സംസാരിക്കാൻ ചെന്നിത്തല കയറിയത് ദേശാഭിമാനി പത്രത്തിൻ്റെ ബ്യൂറോയിൽ. ചെന്നിത്തലയ്ക്കൊപ്പം MLA-മാരായ NA നെല്ലിക്കുന്നം, AKM അഷ്റഫും ഉണ്ടായിരുന്നു. മാത്രമല്ല മറ്റു പല UDF-ൻ്റെ നേതാക്കന്മാരും ഉണ്ടായിരുന്നു. 12 മണിക്കായിരുന്നു പ്രസ് മീറ്റ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ താളിപ്പടുപ്പ് മൈതാനിയിലെ പരിപാടി നിശ്ചയിച്ചതിലും ഏറെ വൈകി. ഈ സമയം പ്രസ് ക്ലബിൻ്റെ താഴെ ആൾക്കൂട്ടത്തിനിടയിൽ സംസാരിക്കുകയായിരുന്ന ചെന്നിത്തലയ്ക്ക് നിരവധി ഫോൺ കോളുകൾ വന്നുകൊണ്ടിരുന്നു. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം എന്നിങ്ങനെ ഭാഷകൾ മാറി മാറിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരം. ഫോൺ കോളുകളുടെയും ചുറ്റുമുള്ളവരുടെയും എണ്ണം വർദ്ധിച്ചതോടെ സ്വകാര്യത അന്വേഷിച്ചപ്പോൾ ചെന്നിത്തല കണ്ടത് മുന്നിലെ ദേശാഭിമാനി ഓഫീസാണ്. അതിനകത്ത് ഫോട്ടോഗ്രാഫർ രാജശേഖരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അകത്ത് കയറി ചെന്നിത്തല രാജശേഖരനോട് വാതിലടയ്ക്കാൻ ആവശ്യപ്പെട്ടു. ഏറെ നേരം സംസാരിച്ച ശേഷം പുറത്തിറങ്ങിയ ചെന്നിത്തലയോട് ഇരുന്ന സ്ഥലത്തെക്കുറിച്ച് ചോദിച്ചു അവിടെ നിന്നവർ. അപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞത് അതിനെന്താ എന്ന ചിരിയായിരുന്നു. പിന്നീട് മുകളിലെ പ്രസ് ക്ലബ്ബ് ഹാളിലേക്ക് കയറി തുടർന്ന് ഇടതുപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുന്ന മറുപടികളുമായി മീറ്റ് ദ പ്രസ്സിൽ രമേശ് ചെന്നിത്തല നിറഞ്ഞാടി.